Good afternoon. Good afternoon, Good Miss. afternoon, Mr. Good afternoon, Miss. Good afternoon. In prayer ആരാണ്? ഞാനാണ് മിസ്സേ. പറഞ്ഞോട്ടാ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും ഭക്തിയും വിവേകവും തരേണമേതയാനിതേ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സ്വഗേഹമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Thought for the day. പറഞ്ഞോടാ. Confidence and hard work is the best medicine to kill the disease called failure. It will make you a successful person. Dr. APJ Abdul Kalam. Thank you. Okay. Thank you. Signing ആരാ? ഞാനാ മിസ്സസ് സൈനി. ഓക്കെ ആടാ. ഓക്കെ, സൈനിൻ ഞാനൊരു കുഞ്ഞു കഥയായിട്ടാ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോ ഞാൻ തുടങ്ങട്ടെ? ഷാൽ വി സ്റ്റാർട്ട്? Yes, please. Yes. Yes. ഉഷാറ് പോരല്ലോ. Yes. ആരും Yes. റിപ്ലൈ ചെയ്യുന്നില്ലല്ലോ. Yes, please. Yes. യെസ്, ഓക്കെ. അപ്പോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. Once there was a miser named Harry. He never shared anything with anyone. One day, when he saw walking through a street, he saw a saint. When the saint was offered food, he gave it to the birds and animals, and then he distributed the rest among the people sitting with him. At last, there was nothing left for him. Harry got impatient and went to the saint and asked him, "You distributed whatever you had. Now there is nothing left for you." The saint replied that, "I got a crop from all the living beings around, and that was the best return could get for being in this universe." Harry understood the value of sharing and decided to share whatever he had with others. ആർക്കേലും മനസ്സിലായോ? കഥ മനസ്സിലായോ? മനസ്സിലായി. Yes. Sharing is caring. Yes. The moral of the story is sharing is caring. Thank you. നല്ല സ്റ്റോറി ആയിരുന്നു കേട്ടോ. ഓക്കെ. ഓക്കെ, നോക്കി നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെ വരെ എടുത്ത് നിർത്തിയത്? ഹിയർ ഇമ്പയർമെന്റ് വരെ എടുത്തു. ഹിയറിംഗ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസ്. നമ്മൾ കണ്ടിട്ടുണ്ടാവില്ലേ
ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികള്, കൈക്കും കാലിനൊക്കെ സ്വാധീനം കുറഞ്ഞത്, അല്ലെങ്കിൽ കാൽ എന്താ പറയാ നട്ടിൽ താഴത്തോട്ട് തളർന്ന കുട്ടികൾ. ഞാൻ എന്റെ സ്കൂളിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് നിങ്ങളോട് ഷെയർ ചെയ്തോ? പറഞ്ഞു മിസ്സേ. ഓക്കെ. അപ്പൊ നമ്മള് കുട്ടികള് ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികള് നമ്മൾ പഠിപ്പിക്കുന്ന സ്ഥാപനത്തിലോ നമ്മുടെ ക്ലാസ്സിലോ ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ കുട്ടികൾ നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും, സാധാരണ നോർമൽ ചൈൽഡ് എന്ന് പറയുന്ന കുട്ടികള്, ചില കാണാൻ വേറെ പ്രശ്നമില്ലാത്ത കുട്ടികളെ എന്ത് ചെയ്യാറുണ്ട്, എന്ത് ചെയ്യാൻ കളിയാക്കിയും അതേപോലെ അവരെ മോശം പറയുകയൊക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് വാൺ ചെയ്യാം, നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. ശരിക്കും അത് വ്യക്തമായിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞു കൊടുക്കാം. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാം. പിന്നെന്താണ്, കേസരി ഡാലിനെ കുറിച്ച് നോക്കാൻ പറയുന്നു ഞാൻ. നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു മിസ്. ഓക്കെ. എന്താ മിസ് പറഞ്ഞ, ഒന്നുകൂടെ പറയാവോ? കേസരി ഡാലിനെ കുറിച്ചിട്ടേ, അത് കേസരി ഡാലിന് കൂടുതലായിട്ട് യൂസേജ് മൂലം ഇതേപോലത്തെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ എൻഡോസൾഫാന്റെ കേസ് പറഞ്ഞോ? ഇല്ലല്ലോ. ഇല്ല. ഈ എൻഡോസൾഫാൻ ദുരന്തം നമ്മൾ കേട്ടിട്ടില്ലേ എല്ലാവരും? കേട്ടിട്ടുണ്ട്. മറ്റേ കൊച്ചുങ്ങൾക്ക് ബ്രെയിൻ വലുതായിട്ട് വരുന്നത്, മറ്റേ എൻഡോസൾഫാന്റെ സൈഡ് എഫക്റ്റ്. അപ്പോ എൻഡോസൾഫാന്റെ ആ ഒരു മെയിൻ ആയിട്ട് സൈഡ് എഫക്ട് വരാൻ കാരണം, ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് പോലും ഇത് ആഫ്റ്റർ എഫക്ട് വരുന്നുണ്ടായിരുന്നു. അവർക്ക് ഫിസിക്കൽ ഡിസബിലിറ്റീസ് കണ്ടുവരുന്നതായിട്ട് റിസർച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇല്ലേ? അവിടെ നിന്ന് ആരും, ആ ഒരു ഗ്രാമത്തിൽ നിന്ന് ആരും പെൺകുട്ടികളെ കാഷ്യൂ ഫാക്ടറിയില് സൈഡ് എഫക്ട്, മറ്റേ കാഷ്യൂ ഫാക്ടറിയില് പെസ്റ്റിസൈഡ്സ്, മറ്റേ ഹെലികോപ്റ്റർ ഇട്ടിട്ട് അതന്നെ. ഞാൻ ഈ ഒരു കാര്യം പറയാം. ഇത് എവിടെ നടന്നത് സൽഫാൻ? ആ ഏരിയ ആരെങ്കിലും ഉണ്ടോ? ഞാൻ കാസർഗോഡാണെന്നോ. എന്റെ അമ്മ പ്ലാന്റേഷനിലാണ് വർക്ക് ചെയ്തിനി. ആ സമയത്തൊക്കെ ഈ എൻഡോസൾഫാന്റെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്റെ അച്ഛന്റെ വീട്ടിന്റെ അടുത്ത് ഒരു കുട്ടി ഇതുപോലെ തല വലുതായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇപ്പൊ വലുതായി, പക്ഷെ അവന്റെ തല ഇപ്പോഴും വലുതന്നെ. എൻഡോസൾഫാന്റെ പിന്നെ കുറെ ഉണ്ടല്ലോ സൈഡ് എഫക്ട്. ശരണ്യക്കെന്തോ മ്യൂട്ട് ആയിപ്പോയി. ഓക്കെ. അപ്പോ ആ ഫാക്ടറിയില് ആ ഒരു പ്ലാന്റേഷൻ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാല്, എൻഡോസൾഫാൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഫെർട്ടിലൈസർ ആണ്. അത് അവരെന്ത് ചെയ്തു, ഹെലികോപ്റ്റർ വന്ന് സ്പ്രേ ചെയ്തു. അപ്പൊ ഭയങ്കര ഈസി ആണല്ലോ, പെട്ടെന്ന് സ്പ്രേ ഇത് കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തു. പക്ഷെ ഇവര് വിചാരിക്കാതെ സൈഡ് എഫക്ട് വന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഹെലികോപ്റ്ററിൽ അത് മുകളിൽ കൂടെ വന്ന് സ്പ്രെഡ് ചെയ്തപ്പോ അവിടുത്തെ അറ്റ്മോസ്ഫിയറിലേക്ക് അത് എന്തായി, സ്പ്രെഡ് ആയി. വെള്ളത്തില് അവിടുത്തെ എയർ ശ്വസിച്ച മിക്ക ആൾക്കാർക്കും ഇതിന്റെ സൈഡ് എഫക്റ്റും പാർശ്വഫലങ്ങളും വന്നു. അങ്ങനെ അവിടുത്തെ ഒരുപാട് പുതിയ കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇതിന്റെ ആഫ്റ്റർ എഫക്ട്സ്, സൈഡ് എഫക്ട്സ് ഒക്കെ വന്നു. ഓക്കെ. നമ്മള് ഇതേപോലത്തെ ലോക്കോമോട്ടോർ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവർക്ക് എന്താണ്, ശരിക്കും പറഞ്ഞാൽ മൂവ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? കട്ടായി പോയത് കുറെ പട്ടി വന്ന് കരച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അതാണ്. പറഞ്ഞോ, കംപ്ലീറ്റ് ചെയ്തോ മോൻ. പിന്നെ ഞങ്ങളുടെ ഇവിടെ പിന്നെ ഇതേപോലെ ഒരു കുട്ടിക്ക് എൻഡോസൾഫാന്റെ ഇത് തല വലുതായിട്ട് ജനിക്കുമ്പോഴേ അങ്ങനെ ഉണ്ടായത്. ഇപ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൻ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണുമ്പോ കുറച്ച് ഹെഡ് കുറച്ച് വലുതായിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ അതുപോലെ കുറച്ച് പേരുണ്ട്, കുറെ പേര് മരിച്ചു ഈ എൻഡോസൾഫാൻ ഇങ്ങനെ ഇത് വന്നിട്ട്. പിന്നെ അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിന് ആ സമയത്ത്. ജനിക്കുന്ന കുട്ടികൾക്ക് ഒന്നുകിൽ കാലിന് അംഗവൈകല്യം, അങ്ങനെ കുറെ കേസ് ഉണ്ടായി. പക്ഷെ ഇപ്പൊ കുറെ കുറഞ്ഞു വന്നു. ഇപ്പൊ ജനിക്കുന്ന കുട്ടികൾക്കൊന്നും അങ്ങനെ ഇല്ല. ആ സമയത്ത് കുറെ ഉണ്ടായിരുന്നു. അത് മാത്രല്ല, അവര് മറ്റേ ഡൈല്യൂട്ട് ചെയ്യാതെയാണ് എൻഡോസൾഫാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത്രയും ഒരു സൈഡ് എഫക്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട്.
നമ്മള് ലോക്കോമോട്ടർ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനബിലിറ്റി ടു മൂവ് ദ ബോഡി പാർട്ട് ഫ്രീലി. നമുക്ക് നമ്മുടെ ബോഡി പാർട്ട് നമ്മളൊക്കെ വിചാരിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി പാർട്ട് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്നില്ലേ? നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്, നടക്കാൻ പറ്റുന്നുണ്ട്. ഇതൊന്നും ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ അല്ലെ? നമ്മള് ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണ്, അനങ്ങാനില്ല അല്ലെ? പക്ഷെ ഇതേപോലെ ഒരുപാട് ആൾക്കാർക്ക്, ഒരുപാട് കുട്ടികൾക്ക് നമ്മളെ പോലെ ഫ്രീലി മൂവ് ചെയ്യാനോ നടക്കാനോ ഓടാനോ കളിക്കാനോ ഒന്നും പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് സൊസൈറ്റിയില്, അതായത് നമ്മുടെ വേൾഡില്. നമ്മൾ അവരെ കുറിച്ച് ആലോചിക്കണം. നമുക്ക് കിട്ടിയിരിക്കുന്ന എബിലിറ്റീസ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ അതേപോലത്തെ വ്യക്തികളെ അവർക്ക് ഇങ്ങനെ ഈ ഡിസബിലിറ്റീസ് ഉള്ള വ്യക്തികളെ അവർക്ക് ഏറ്റവും പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നൊരു, നമ്മളെ ഭാഗത്തുനിന്ന് കൊടുക്കാൻ പറ്റുന്നൊരു എന്താണ് ഒരു കാര്യം എന്ന് വെച്ചാല് കുറച്ച് അറ്റൻഷൻ കൊടുക്കാം. ചിലവർക്ക് സിമ്പതി ഇഷ്ടമായിരിക്കില്ല, ജസ്റ്റ് അറ്റൻഷൻ, അവരുടെ നോർമൽ ആണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അവരോട് പെരുമാറാം. അവർക്ക് എന്ത് സൈഡ് എഫക്ട് ഉണ്ട് നമ്മൾ അതൊന്നും എടുത്ത് കുത്തി കാണിക്കാനോ അങ്ങനൊന്നും പാടില്ല. ചില സമയങ്ങളിൽ ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരുന്നത് ഡ്യൂ ടു ഇഞ്ചുറീസ് അല്ലെങ്കിൽ ആക്സിഡന്റ്സ്, ഇതേപോലത്തെ എന്തെങ്കിലും ദുരന്തങ്ങള്, അതേപോലെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് എങ്ങനെ വരുന്നത്, അത് ചിലപ്പോ അറ്റ് ബർത്ത് ജനിക്കുമ്പോ തന്നെ ഡിസബിലിറ്റീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് മൂലമോ ഇഞ്ചുറീസ് മൂലമോ നമുക്ക് ഡിസബിലിറ്റീസ് വരാം. അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നത് നമുക്ക് വീൽ ചെയേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് ഫ്രീലി മൂവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ വീൽ ചെയേഴ്സ്, വോക്കേഴ്സ്, പിന്നെന്താണ് ക്രച്ചേഴ്സ്, കമ്മ്യൂണിക്കേഷൻ ഡിവൈസ്. അത് ഈ ഫിസിക്കൽ ഡിസബിലിറ്റീസിൽ തന്നെ വരുന്നൊരു ഡിസബിലിറ്റി ആണ്, ഇപ്പൊ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ഡിസബിലിറ്റി ആണ് കേട്ടോ, പഠന വൈകല്യം. നിങ്ങൾക്കറിയോ പഠന വൈകല്യം? ഇപ്പൊ നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പഠിക്കാൻ പറ്റത്തില്ല, ഓർത്ത് നിക്കാൻ പറ്റില്ല, മറന്നു. പഠന വൈകല്യങ്ങൾ പറയുന്നുണ്ട്. അതിന് ശരിക്കും എന്താണ് IED എന്നൊക്കെ പറയും. അത് ശരിക്കും പറഞ്ഞാല് പഠന വൈകല്യങ്ങളാണ്. അവർക്ക് പഠിക്കാനായിട്ട് പറ്റുന്നില്ല. 10ാം ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടാവും. 10ാം ക്ലാസ്സിലൊരു കുട്ടി, അവന് എഴുതാൻ അറിഞ്ഞുകൂടാ, പിന്നെ അവന്റെ പേര് പോലും കറക്റ്റ് ആയിട്ട് എഴുതാൻ അറിഞ്ഞുകൂടാ. അത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റില്ലേ? 10ാം ക്ലാസ്സിലായപ്പോഴാണ് അവിടുത്തെ ടീച്ചർമാർ അത് കണ്ടുപിടിച്ചത്. എന്ത് റെസ്പോൺസിബിലിറ്റി അവിടുത്തെ ടീച്ചർമാർക്കുള്ളത്? അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയും അതിന് ആവശ്യത്തിനുള്ള ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒന്നും നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും പറ്റില്ല. അതിന് ആവശ്യത്തിനുള്ള ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ വീൽ ചെയേഴ്സ്, അവർക്ക് വേണ്ട കുറച്ച് എന്താ പറയാ, കുറച്ച് ഫിസിക്കൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. സ്ക്രൈബിങ് പരിപാടി ഉണ്ടല്ലോ, നമ്മളിപ്പം എഴുതുന്ന എക്സാം ഒക്കെ എഴുതി കൊടുക്കുന്നു. ഞാൻ പോയിട്ടുണ്ട് എക്സാം എഴുതി കൊടുക്കാൻ. ഞാൻ കാര്യം ചോദിച്ചോട്ടെ അമൃത, ആ സ്ക്രൈബ് എഴുതാൻ പോയില്ലേ, ആ കുട്ടിക്ക് ശരിക്കും പഠന വൈകല്യം ഉണ്ടെന്ന് തോന്നിയാ? ഇല്ല, അറിയാൻ പറ്റത്തില്ല. ഞാൻ തന്നെ എന്റെ വീട്ടിൽ കൊച്ചിനെ എഴുതിക്കൂടെയെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്താ കാരണം എന്ന് അറിയാമോ? ഇപ്പൊ മിക്ക ഇൻസ്റ്റിറ്റ്യൂട്ടിലും 10ാം ക്ലാസ്സിൽ ഇപ്പൊ കൂടുതലായിട്ട് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ പഠന വൈകല്യം ഉണ്ടോ ടെസ്റ്റിംഗ് ഒക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ട്. കാരണം എന്താണെന്നാ, കുറെ കുട്ടികൾ ഈ സ്ക്രൈബിന്റെ പേരിൽ ഒരുപാട് ഓവറായിട്ട് മാർക്ക് വാങ്ങിക്കുന്നുണ്ട്. അതുപോലെ മിസ്സേ ഒരു കാര്യം പറയട്ടെ, എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, ആ കൊച്ചാണെങ്കിൽ ആദ്യം ഇങ്ങനെ സ്ക്രൈബ് വെച്ച് എഴുതിക്കുമായിരുന്നേ. പക്ഷെ ആ കൊച്ച് ക്ലാസ്സിൽ ഇരിക്കുമ്പോ ഉണ്ടല്ലോ, ക്ലാസ്സിൽ ഇരുന്ന് എക്സാം നടക്കുമ്പോ ആ കൊച്ച് എക്സാം എഴുതുന്നില്ല. കാരണം ആ കൊച്ചിന്റെ കണ്ണിന് ഇങ്ങനെ ഉള്ളതുകൊണ്ട് എല്ലാവരും അപ്പം എക്സാം എഴുതാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഇരിക്കുമല്ലോ. പക്ഷെ ആ കൊച്ചാണെങ്കിൽ അവിടെ ഇരുന്ന് കോപ്പി അടിക്കുന്നവരെ പറ്റി ഇങ്ങനെ കോപ്പി അടിക്കുന്ന, അവിടെ ഇന്ന ആൾക്കാർ കോപ്പി അടിക്കുന്നു അങ്ങനെയൊക്കെ പറയും. ചിലപ്പില്ലട പക്ഷെ അവർക്ക് അടുത്തുള്ള അക്ഷരങ്ങൾ, അവള് ബുക്ക് നോക്കാനായിരിക്കും പ്രശ്നം, അങ്ങനെയുള്ള കാഴ്ചകൾ കാണാൻ പറ്റിയിരിക്കും. അതുപോലെ നമ്മളിങ്ങനെ വെറുതെ സംസാരിക്കുകയല്ലേ, ടീച്ചേഴ്സ് ഒക്കെ കയറി വരുമ്പോ, അതുപോലെ ടീച്ചേഴ്സ് ഇട്ടേക്കുന്ന ഡ്രസ്സിന്റെ കളർ, അതൊക്കെ ആ ഡ്രസ്സ് ഏതാണെന്ന് മനസ്സിലാക്കി എടുക്കാനും അങ്ങനെയൊക്കെ ആ കൊച്ചിനെ കൊണ്ട് പറ്റും. ചില കഴിവുകൾ കാണും, പഠിക്കാൻ പറ്റണമെന്നില്ലല്ലോ. കാഴ്ച ഒട്ടും ഇല്ലാത്ത കുട്ടിയാണോ? ചെറുതായിട്ട് കാണാൻ തോന്നുന്നു, പറയുന്ന കേൾക്കുമ്പോഴേ. ചില കാര്യങ്ങളൊക്കെ പറയുന്ന കേൾക്കുമ്പം ചെറുതായിട്ട് കാണാമെന്ന് തോന്നുന്നു. ചിലപ്പോ അങ്ങനെ പ്രശ്നമുള്ള കുട്ടികൾക്ക് ഉൾക്കണ്ണം എന്നൊക്കെ പറയണ പോലെ അവർക്ക് ഇമാജിനേഷനിൽ ആ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലോ? അതുപോലെ കളർ പറയാൻ പറ്റില്ലല്ലോ മിസ്സേ. അപ്പൊ
ഇടയ്ക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ ടീച്ചേഴ്സ് ഇങ്ങനെ കയറി വരുമ്പോഴേ ഇപ്പം ടീച്ചർ സാറിന് എന്നും ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ, നമ്മളൊക്കെ വെറുതെ ഇങ്ങനെ സംസാരിക്കില്ല അതുപോലെയൊക്കെ ആ കൊച്ചു സംസാരിക്കും. ചിലപ്പോ അതേ ഷർട്ട് അതേ ഷെയ്ഡായിരിക്കും ആ കുട്ടി എല്ലാ ദിവസവും കാണുന്നത്. മോഡല് പോലെയൊക്കെ കാണുന്നുണ്ടാവും. മോഡല് പോലെ ഷെയ്ഡ് മാത്രമേ കാണാണ്ടാവുള്ളായിരിക്കും. പക്ഷെ അക്ഷരങ്ങൾക്ക് അത് പോരല്ലോ, നന്നായിട്ട് അറിയണമല്ലോ. നമുക്ക് എഴുതണമെങ്കിൽ പേപ്പറിൽ കറക്റ്റ് ആയിട്ട് എഴുതണമെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് അക്ഷരങ്ങൾ അറിയണ്ടേ. നമുക്ക് തന്നെ ചില സമയത്ത് അക്ഷരങ്ങൾ എഴുതുമ്പോ ഒരു കുയുമ്പൽ ഇതൊക്കെ വരാറില്ലേ? അപ്പൊ അങ്ങനത്തെ കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതുമ്പോ നല്ല പ്രയാസം വരുന്നുണ്ടാവും. എനിക്ക് കരച്ചിൽ വന്നാൽ കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുതുമ്പോ എനിക്ക് ബ്ലറായിട്ട് തോന്നും. അതെനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും സങ്കടത്തോടൊക്കെ എഴുതുമല്ലോ. ഇല്ല മിസ്സേ, അങ്ങനെ ഉണ്ട്, എനിക്കും ഉണ്ടാവാറുണ്ട്. കണ്ണ് മാം നിറഞ്ഞു അത് അധികാൾക്കും ഉണ്ടാവാറുണ്ട് മാം, എനിക്കും ഉണ്ടാവാറുണ്ട്. അതിപ്പോ നോർമലാണ്. പക്ഷെ അപ്പൊ ആ കുട്ടിയുടെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. അതേപോലെ ഒരു മൂഡിലായിരിക്കും കണ്ണിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാൻ പറ്റുമോ? നമുക്കിപ്പോ സാധാരണ ആൾക്കാർക്ക് പോലും പറ്റുന്നില്ല. അപ്പൊ അത് ചിലപ്പോ നോർമൽ ആയിരിക്കും. പിന്നെ ഷെയ്ഡ് വെച്ചായിരിക്കും ചിലപ്പോ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, നമ്മളെക്കാളും കഴിവ് കാണുമായിരിക്കും അല്ലെ, ദൈവം വേറെ എന്തെങ്കിലും രീതിക്ക് കൊടുത്തിട്ടുണ്ടാവും. ഞങ്ങളിവിടെ ഈ സ്നേഹതീരം എന്ന് പറഞ്ഞൊരു ട്രസ്റ്റ് സംഘടനയുണ്ട്. അവിടെ ഈ ഫിസിക്കൽ ഡിസബിലിറ്റി ഉള്ള കുറെ കുട്ടികളുണ്ട്. ഞങ്ങള് സംഘം ഇങ്ങനെ കുടുംബശ്രീ മുഖേന എല്ലാം അവിടെ ഫുഡൊക്കെ പിന്നെ കൊടുക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യും. ഓക്കെ, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഹെൽപ്പ് ചെയ്യാവരെ. നമ്മുടെ ക്ലാസ്സിലാണ് നമ്മൾ പഠിപ്പിക്കുന്ന സ്കൂളിലാണ് അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലാണെങ്കിൽ ഒരു കുട്ടിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനത്തെ കുട്ടികളെ നമ്മൾ വേർതിരിച്ച് കാണാനായിട്ട് പാടില്ല. നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ നോർമൽ ചൈൽഡ്, ആ വേർഡ് തന്നെ തെറ്റാണ്. നിങ്ങൾ പഠിക്കും, നോർമൽ ആണ്, ബാക്കി അബ്നോർമൽ ആണെന്നുള്ള രീതിയിൽ വേർതിരിവ് കാണിക്കാൻ പാടില്ല. നമ്മളുടെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ഒരേപോലെയാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഫിസിക്കൽ ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളായാലും നോർമൽ ചൈൽഡ് ആയാലും ടീച്ചേഴ്സിന്റെ കണ്ണിൽ കൂടി നോക്കുമ്പോൾ അവരെല്ലാവരും എന്താണ്? ഒരുപോലെയാണ്. ഓക്കെ, പല ആക്സിഡന്റ്സ് വഴിയൊക്കെ ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ ഈ പോളിയോ ബാധിച്ച് ഇങ്ങനെ ഒരു വശം തളർന്നു പോയി അങ്ങനത്തെ ന്യൂസ് നിങ്ങൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അത് ഈ 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെയൊക്കെ നന്നായിട്ട് നടന്നുകൊണ്ടിരുന്ന ആള് പെട്ടെന്ന് സഡൻ ആയിട്ട് ഒരു പനിയൊക്കെ വന്നിട്ട് ഇതേപോലെ വരുന്ന. ഓക്കെ, അപ്പോ ഈ പോളിയോന്റെ വാക്സിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എടുക്കാം. മെഡിസിൻസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പോളിയോ ബാധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിൽ ആദ്യത്തെ ചാപ്റ്ററിൽ പഠിച്ചത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് പോളിയോ ഡിസീസിനെ കുറിച്ചൊക്കെ. ചിലവർക്ക് ബൈ ബർത്ത് ഇതേപോലത്തെ ഡിസബിലിറ്റീസ് വരും. അമ്മമാര് കൂടുതലായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോ, അതേപോലെ ആ സമയത്തുള്ള ആക്സിഡൻസ്, അമ്മമാർക്കുള്ള എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചു വരെ വീഴ്ചയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് കുട്ടീനെ ബാധിക്കാറുണ്ട്. നമ്മളിത് കേട്ടിട്ടുണ്ടാവൂല്ലേ? അങ്ങനെ പോവരുത്, സ്റ്റെപ്പ് കയറരുത്. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് കെയർ ചെയ്യുന്നത് കുട്ടിക്ക് ഒരു സൈഡ് എഫക്റ്റും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മമാരോട് അങ്ങനെയൊക്കെ പറയുന്നത്. മെന്റൽ സ്ട്രെസ് വന്നാലും വരുമെന്ന് പറയില്ലേ? ഓക്കെ, മെന്റൽ സ്ട്രെസ് വന്നാൽ ആ കുട്ടിയുടെ ക്യാരക്ടറിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ വരും. അത് നമുക്ക് അമ്മമാരെ വിഷമിപ്പിക്കാൻ പാടില്ല. പ്രഗ്നന്റ് ആയിരിക്കുന്ന അവരെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? കാരണം അവരെ വിഷമിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് കുട്ടീനെ എന്തെങ്കിലും ബാധിക്കും. ഓക്കെ, പിന്നെ ഞങ്ങളുടെ ഇവിടെ സ്കൂളിൽ മാം ചെറുപ്പത്തിലെ പ്രസവ സമയത്ത് തന്നെ പിന്നെ ജനന സമയത്ത് തന്നെ എല്ലി ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന എന്തോ ഒരു അസുഖം ആ ഒരു കുട്ടിക്ക്. ഇപ്പോഴും 8-9 ക്ലാസ്സിലെത്തി മോള്. പക്ഷെ അമ്മ എപ്പോഴും വിടണം സ്കൂളിലേക്ക്, കൂട്ടാനും പോണം, കൊണ്ടുവിടുകയും വേണം. പക്ഷെ നല്ല മോളാണ്. ഈ എല്ല് ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന അസുഖം. അത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുന്നുണ്ട്. അതിന്റെ പേരെന്താ അറിയില്ല ആ അസുഖത്തിന്റെ. ഓക്കെ, അത് എന്താ അസുഖം എന്നുള്ള കണ്ടുപിടിച്ചെങ്കിൽ ഞാനും കേട്ടിട്ടുണ്ട്. അതേപോലത്തെ ട്രീറ്റ്മെന്റ് ഇഞ്ചക്ഷന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓക്കെ, നമുക്ക് വായിക്കാം. There are children with various types of physical handicaps. നമ്മളുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാര്യത്തില്
ഒരുപാട് ഫിസിക്കൽ ഹാൻഡിക്യാപ്പ് പല ടൈപ്പ് ഉണ്ട്. സം ഓഫ് ദ ഫിസിക്കൽ അബ്നോർമാലിറ്റീസ് ആർ കൊഗ്നിറ്റൽ ഓർ റിസൾട്ട് ഓഫ് ഫിറ്റൽ ഡിസീസ്. ചില അബ്നോർമാലിറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മനാലേ ഉള്ളതായിരിക്കും, അല്ലെങ്കിൽ നമ്മള് ഗർഭസ്ഥ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഉള്ള അസുഖങ്ങളായിരിക്കും, ഡിസീസ് മൂലമായിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് ഈ 5-ാം പനി അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നറിയാവോ? ഏതൊരു അസുഖം അങ്ങനെ വരുന്നുണ്ട്? 5-ാം പനിയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5-ാം പനിയാന്ന് തോന്നുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. 5-ാം പനി എങ്ങാനും ഗർഭസ്ഥ അവസ്ഥയിൽ വന്നു കഴിഞ്ഞാല്, പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വന്നു കഴിഞ്ഞാല് കുട്ടികൾക്ക് ഡിസബിലിറ്റീസ് വരാൻ കാരണമാകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഉണ്ട്, അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. These can also occur due to nutritional deficiency or accidents. ഇത് കൂടാതെ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി, പോഷകാഹാരക്കുറവ് മൂലവും ആക്സിഡൻസ് മൂലവും ഇതേപോലത്തെ ഫിസിക്കൽ ഡിസബിലിറ്റീസ് വരാനുള്ള ചാൻസ് ഉണ്ട്. പോഷകാഹാരക്കുറവും ആക്സിഡൻസും. These types of disability affect the different parts of the body. നമ്മുടെ ബോഡിയുടെ പല ഭാഗങ്ങളെ ഇത് അഫക്ട് ചെയ്യും. So they affect the normal life of an individual. അങ്ങനെ സാധാരണ ഒരു ഇൻഡിവിജ്വലിന്റെ ലൈഫ് നല്ല ഓടി നടക്കേണ്ട പ്രായത്തിൽ ചിലപ്പോൾ വീൽ ചെയറിലേക്കൊക്കെ അവരെ തള്ളിവിടാനായിട്ട് കാരണമാവും. ബട്ട് ദേ എക്സെപ്റ്റ് ഫ്രം ദി സൊസൈറ്റി സിമ്പത്തിക് ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടിംഗ് റെസ്പോൺസ്. ശരിക്കും പറഞ്ഞാൽ ഒരു അനങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു സിമ്പത്തറ്റിക് ആയിട്ടുള്ള ഹെൽപ്ഫുൾ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് റെസ്പോൺസ് ആണ് നമ്മളിൽ നിന്ന് അവർ പ്രതീക്ഷിക്കുന്നത്. The teachers and the whole system of education have to get their mental state and accept the essential steps for responding to their need favorably. അപ്പോൾ നമ്മൾ ടീച്ചേഴ്സും അതേപോലെ എഡ്യൂക്കേഷൻ സിസ്റ്റവും മെയിൻ ആയിട്ട് കൊടുക്കേണ്ട ഒരു മെന്റൽ സ്റ്റേറ്റ് ഓക്കെ ആക്കണം. അതേപോലെ അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അത് അനുസരിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ എന്റെ സ്കൂളില് ഇതേപോലെ ഒരു കുട്ടി വന്നപ്പോ ഒരു സ്റ്റെപ്പ് അല്ല, എന്താ പറയുക, സ്റ്റെയർ പോലെ അവർ ക്രിയേറ്റ് ചെയ്തു. നല്ല സ്ലോപ്പ് ഉള്ള വീൽ ചെയർ ഒക്കെ തള്ളിക്കയറ്റാൻ പറ്റുന്ന ഒരു സ്റ്റെയർ. അപ്പോ ഞങ്ങള് എല്ലാ ദിവസവും കാണുന്ന ഒരു കാഴ്ചയാണ് ഞാൻ പറയുന്നത്. എന്റെ സ്കൂളിന്റെ ആ ഒരു സ്റ്റെയറിന്റെ ഫ്രണ്ടിലേക്ക് ഒരു ഓട്ടോ വരും. ഓട്ടോന്ന് അതിന്റെ അമ്മയാണ് ആദ്യം ഇറങ്ങുന്നത്. അമ്മ ഇറങ്ങിയിട്ട് ആ വീൽ ചെയർ നിവർത്തി മോളെ എടുത്ത് എനിക്ക് തോന്നുന്നു ഒരു 13 വയസ്സൊക്കെ ഉണ്ട് ആൾക്ക്, 13-14 വയസ്സൊക്കെ ഉണ്ട്. ആളെടുത്ത് വീൽ ചെയറിലേക്ക് ഇരുത്തുന്നു, അത് തള്ളിക്കിട്ടുന്നു. അതിപ്പോ ആദ്യങ്ങളിലൊക്കെ അവളുടെ അമ്മയായിരുന്നു ചെയ്തിരുന്നെങ്കിൽ പിന്നെ വീൽ ചെയർ നിവർത്താനും അതേപോലെ തന്നെ അവിടെ എന്ത് ചെയ്യാനായിട്ട് തള്ളി മുകളിലേക്ക് ആ ഒരു വരാന്തയിലേക്ക് എത്തിക്കാനൊക്കെ പിന്നെ അവളുടെ ഫ്രണ്ട്സും ഞങ്ങളും ഒക്കെ നിന്നിട്ടുണ്ട്. ഞാനൊക്കെ പോയി ഈ വീൽ ചെയറൊക്കെ ഒന്ന് ഇത് ചെയ്ത് നോക്കാനും ആമ്പിള്ളേര് മെയിൻ ആയിട്ട് നിൽക്കാറുണ്ട്. അവരാണ് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ പിടിക്കാനൊക്കെ ഒരാൾ വേണം. ഇരുത്തണ സമയത്തൊക്കെ വീൽ ചെയർ ഒന്ന് പിടിക്കാനൊക്കെ ജസ്റ്റ് ആ ഒരു സമയത്ത് ഒരു സപ്പോർട്ടായിട്ട് നമ്മള് എന്ത് ചെയ്യണം, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നമുക്ക് പറ്റുന്ന രീതിയിൽ എന്ത് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം, അവരോട് സംസാരിക്കുക. അല്ലാണ്ട് അവര് സെപ്പറേറ്റ് ആണെന്നുള്ള രീതിയിൽ കാണരുത്. അവരെല്ലാവരും നമ്മളുടെ ഒരു ഭാഗമാണ്. എല്ലാവരും ഒരേപോലെയാണ് ആ ഒരു സ്ഥാപനത്തില്, നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തില്. All the children with the physical deformities or handicap do not require same type of compensatory system. എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ ആയിരിക്കില്ല കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വേണ്ടത്. ഇത് ചേഞ്ച് അക്കോർഡിംഗ് ടു ദർ നീഡ്സ്. അവർ ഓരോരുത്തരുടെ നീഡ്സ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളുടെ നീഡ്സ് അനുസരിച്ച് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, മാറിക്കൊണ്ടിരിക്കും എന്നാ പറയുന്നത്. ഓക്കെ, ഇനി മെന്റൽ റിട്ടയർഡ് ചിൽഡ്രൻസ്, മാനസികമായിട്ട് വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയാണ് മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. ഡിലേ ഡെവലപ്മെന്റ്സ്, അവർ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഡിലേ ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ അവർ ചിലപ്പോൾ ഒരു 10-20 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയാണെന്ന് നമുക്ക് തോന്നും, അല്ലെ 10-20-25 വയസ്സൊക്കെ ഉള്ള ഒരാളാന്ന് തോന്നും. പക്ഷേ അവരുടെ മനസ്സ് നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികളെ പോലെയാ. 3 വയസ്സുള്ള കുട്ടിയുടെ മനസ്സായിരിക്കും, തീരെ ചെറിയ കുട്ടികളുടെ മനസ്സായിരിക്കും അവർക്ക്. അപ്പൊ ചിലപ്പോ അവര് നമ്മളെ എന്ത് ചെയ്യുന്നത്, കെയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ എന്താണ് നമ്മളോട് സ്നേഹം കാണിക്കുന്നതോ ചിലപ്പോ നമ്മളുടെ തോളത്ത് വന്ന് ചാരിയിരിക്കുന്നതോ അതൊക്കെ ചിലപ്പോ അവരുടെ വീട്ടിൽ അവരുടെ അമ്മയുടെ സ്ഥാനത്തായിരിക്കും ഈ പറഞ്ഞ കുഞ്ഞിക്കുട്ടികൾ എന്ന് വെച്ചാൽ
മനസ്സുകൊണ്ട് കുഞ്ഞു കുട്ടികള് നമ്മളെ കാണുന്ന, ഒരിക്കലും നമ്മള് അവരെ എന്ത് ചെയ്യരുത്, ആ ഒരു ഏജ് വെച്ച് ജഡ്ജ് ചെയ്യരുത്, അവരുടെ മൈൻഡ് വെച്ച് ജഡ്ജ് ചെയ്യണം. കാരണം മെന്റലി അവർക്ക് ചിന്തിക്കാനുള്ളത് ഒരുപാട് ചില കാര്യങ്ങളൊന്നും അവർക്ക് അറിഞ്ഞൂടെ. ചെറിയ കുഞ്ഞു മക്കൾ ചെയ്യുന്ന പോലെ ആയിരിക്കും അത്രയും വലിയ കുട്ടികളെ പോലെ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഈ മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ജന്മകളാണ്. അപ്പൊ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം പോലെ മോണ്ടിസോറി എൻവയോൺമെന്റ് ആണ് ഇവിടെ. അത് മോണ്ടിസോറിയാണ് മെയിൻ ആയിട്ട് അത് തീമായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മുടെ മോണ്ടിസോറിയുടെ ഒരു എൻവയോൺമെന്റ് പോലൊരു സ്കൂള് അല്ലെങ്കിൽ അവരൊരു ചെറിയൊരു ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പൊ അവിടെ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു കുട്ടിയുണ്ട്, അവന് എന്റെ പ്രായമാണ്. എനിക്കിപ്പോ 27 വയസ്സുണ്ട്, അവന് എന്റെ പ്രായം 27 വയസ്സുണ്ട് അവന്. അപ്പോ അവന് ഇളയാള് എഞ്ചിനീയറിംഗ്, എന്റെ ജൂനിയർ ആയിരുന്നു. അവൻ എന്റെ അടുത്ത കോളേജിൽ, ഞങ്ങളുടെ ഇപ്പോ SN കോളേജിൽ ഞാൻ പഠിച്ചത്, മാനേജർ കോളേജിലാണ് പഠിച്ചത്. അതിന്റെ ഓപ്പോസിറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു അനിയൻ പഠിച്ചിരുന്നത്. അപ്പം പരിചയമുണ്ട് ഞങ്ങൾക്ക്, വീടിന്റെ അടുത്താണ്, സംസാരിക്കുകയൊക്കെ ചെയ്യും, ചേട്ടന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതേപോലെ ഒരു പ്രശ്നമാണ്, അവന് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻ ആണ് അവന്റെ ചേട്ടൻ. അപ്പം ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ചെറുപ്പത്തിലൊക്കെ. ഞാനൊക്കെ കളിച്ച് നടക്കുന്ന സമയത്ത് അവനെ വിടില്ല, വീട്ടിൽ നിന്ന് വിടില്ല, ഭയങ്കര അലർച്ചയാണ്, ഭയങ്കര കരച്ചിലാണ്. ഒരുപാട് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തു, ഒരുപാട് മെഡിസിൻസ് ഒക്കെ കൊടുത്തു. ചില സമയത്ത് ഒട്ടും നമുക്ക് വിഷമം തോന്നും, അതേപോലെ കടന്ന് ഭയങ്കര കരച്ചില്, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് വിഷമം തോന്നും ആ സമയത്ത്. ഞങ്ങളൊക്കെ കളിക്കുന്ന സമയത്ത് ഇതേപോലെ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ ചിലപ്പോ അവനും ഞങ്ങളുടെ ഒപ്പം വന്ന് ഓടി നടന്ന് കളിക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ അവന്റെ ആ ഒരു മെന്റൽ കപ്പാസിറ്റി അതിനെ അനുവദിക്കുന്നില്ല. പിന്നെ വീട്ടുകാരെ സംബന്ധിക്കും, വീട്ടുകാർ പുറത്തേക്കൊന്നും വിടില്ലായിരുന്നു കേട്ടോ. അത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട്, ഇവര് ചേട്ടനാണ്, അത് വയ്യാത്തതാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഇതുവരെ കണ്ടിട്ടില്ല, അവനെ കണ്ടിട്ടേ ഇല്ല. അപ്പോ കുറെ നാൾ കഴിഞ്ഞു, എന്റെ മാരേജ് ഒക്കെ കഴിഞ്ഞ് എന്റെ ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ വീട്ടിൽ ചെന്നപ്പോ ഈ ചേട്ടനെ കണ്ടു. ചേട്ടൻ എന്നോട് പറഞ്ഞു, ഈ കുട്ടിയുടെ അച്ഛൻ പറയാണ്, ഇപ്പൊ മാറ്റമൊക്കെ ഉണ്ട് മോളെ, അവനിപ്പോ പഠിക്കാൻ പോകുന്നുണ്ട്, പാലിയത്താണ്. അപ്പോ ഞാൻ പറഞ്ഞു ആണോ, ഓക്കെ, അവിടെ എന്താണ് അവിടെ പഠിപ്പിക്കുന്നത് ചോദിച്ചപ്പോ മനസ്സിലായി, എനിക്ക് മോണ്ടിസോറി ആണ് അവര് മെയിനായിട്ട് തീമായിട്ട് എടുത്തിരിക്കുന്നത്. അവിടെ കുറച്ച് ഈ മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ടാണ് പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അവർക്ക് അത്ര അങ്ങോട്ട് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടെ നമ്മുടെ മെറ്റീരിയൽസിനെ കുറിച്ച്. ഓക്കെ അതാണല്ലേ. ഞങ്ങൾ സംസാരിച്ചത് കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പോയപ്പോ ഇവരെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഒരു വാഹനത്തില് കൊണ്ടുവന്ന ആക്കാണ്. അപ്പൊ നോക്കിയപ്പോ നല്ല മിടുക്കൻ ചെക്കൻ, യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നല്ല മിടുക്കൻ ചെക്കനായിട്ട് പോയിട്ട് വരാണ് അവൻ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതേപോലത്തെ ഒരുപാട് കുട്ടികളുണ്ട്, പല ഏജിലുള്ള കുട്ടികളാണ്. ഞാൻ നോക്കിയപ്പോ പല ഏജിലുള്ള കുട്ടികളാണ് കാണുന്നത്. ചെറിയ കുട്ടികളുണ്ട്, വലിയ കുട്ടികളുണ്ട്. എനിക്ക് തോന്നുന്നു ഇവനും വേറൊരു കുട്ടിയും അത്യാവശ്യം വലിയ കുട്ടിയാണ്, 27 വയസ്സൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത്യാവശ്യം വലിയ ബാക്കിയൊക്കെ ചെറിയ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അപ്പൊ അവനൊരുപാട് മാറ്റം വന്നിട്ടുണ്ട് നമ്മുടെ ഈ എൻവയോൺമെന്റിലേക്ക് വന്നപ്പോ, അല്ലെങ്കിൽ ഈ ഒരു സ്കൂൾ രീതിയിലേക്ക് വന്നപ്പോ ഒരുപാട് മാറ്റം വന്നു. അതാണ് അച്ഛൻ പറഞ്ഞു, അവനിപ്പോ പഴയ പോലെ വെള്ളത്തിക്കൊന്നുമില്ല, കരച്ചിലൊന്നുമില്ല മോളെ, അവൻ അത്യാവശ്യം കാമാണ്, അവൻ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. പിന്നെ അച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇളയാള് പഠിച്ച് ജോലിയായിട്ട് പുറത്തേക്ക് പോയി, പുറത്തെവിടെയോ സെറ്റിൽ ആവുകയാണ്. അധികം ഏജ് വ്യത്യാസമില്ല. പക്ഷെ മൂത്ത ആള് ഈ ചേട്ടനും എന്റെ വൈഫും മാത്രമേ ഉള്ളൂ. ഇവര് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ആര് നോക്കും, ഇതിന്റെ കാര്യങ്ങൾ ഒട്ടൊന്നും ചെയ്യാൻ പറ്റൂല. ഭയങ്കര വിഷമമായിരുന്നു ആ ചേട്ടൻ കേട്ടോ. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് ഭയങ്കര സന്തോഷത്തോടെ പറയും, മോന് നാട്ടിലുണ്ട്, 27 കൊല്ലമായിട്ട് അവര് വെയിറ്റ് ചെയ്തു. ജനിക്കുന്നതിന് മുമ്പേ കുട്ടിക്ക് ഇങ്ങനെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. എന്തോ ടെസ്റ്റ് ഒക്കെ ചെയ്തപ്പോ ജനിക്കുന്നതിന് മുമ്പേ എന്തോ പ്രശ്നമുണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ്, എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും ആ ചേട്ടൻ നിർബന്ധിച്ചാണ് കുട്ടീനെ പുറകിലേക്ക് കൊണ്ടുവന്നത്. കാരണം അവരുടെ ഇതില് അബോർഷൻ പാപമാണെന്നുണ്ട്. അബോർഷൻ ചെയ്യുന്നത് പാപമാണെന്ന് ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യാതെ ആ കുട്ടീനെ ഒരു കുറവും വരുത്താണ്ട് അത്ര സ്നേഹത്തോടെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതൊക്കെ സഹിച്ച് ഇത്രയും ഇപ്പൊ അവര് ഉപദ്രവിക്കൊന്നുമില്ല. നല്ലൊരു കുട്ടിയായിട്ട് എനിക്ക് കടമ്പ് തോന്നി. നല്ല രീതിയിൽ മുമ്പ് വെച്ചാല് ഞാൻ കണ്ടിട്ടുണ്ട്, ജസ്റ്റ് നമുക്ക് തോന്നുമ്പോ ഭയങ്കരമായിട്ട് വയ്യാത്ത കുട്ടിയാന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, നല്ല യൂണിഫോം ഒക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വണ്ടിയിൽ നിന്ന് പോയി വരാം. അപ്പൊ നമുക്ക് അവനാണോ എന്ന് പോലും ഡൗട്ട് തോന്നും. അത്രയും നല്ല രീതിയിൽ അവനെ മാറ്റിയെടുക്കാനായിട്ട് പറ്റി. അപ്പൊ എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോട് പറയാനുള്ളത്, നമ്മള് പ്ലേസ് ആകുന്നത്
പ്ലേസ് ആകുന്നത് ചിലപ്പോ നോർമൽ സ്കൂൾ ആയിരിക്കും, അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളുകളായിരിക്കും. കുഞ്ഞു കുട്ടികളായിരിക്കും ചിലപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. 3 to 6 അല്ലെങ്കിൽ 3 to അതിന് മേലെയുള്ള കുട്ടികളായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ചില സമയത്ത് നമുക്ക് ജോലി കിട്ടുന്നത് ഇതേപോലത്തെ സ്പെഷ്യൽ സ്കൂളിലായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ ഡിസബിലിറ്റീസ്, അതേപോലെ മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള ചിൽഡ്രൻസിനെയൊക്കെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യുന്നതായിട്ട് വരുന്നത്. അപ്പൊ അവരോട് നമ്മൾ ഒരിക്കലും വേർതിരിവ് കാണിക്കരുത്. കാരണം എന്താണ്, ആ കുട്ടികളുടെ മനസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഏജിലേ ഉള്ളൂ. നമ്മൾ പഠിപ്പിക്കേണ്ട കുട്ടികളുടെ മനസ്സാണ്. അവർ ശരീരം കൊണ്ട് വലുതായിട്ടൊക്കെ ഉണ്ട്, വലിയ കുട്ടികളൊക്കെ ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവരുടെ മനസ്സ് ഇപ്പോഴും എങ്ങനെയാണ്, ചെറിയ മനസ്സാണ്. നമ്മള് 2 വയസ്സും 3 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടിയുടെ മനസ്സ് എങ്ങനെയായിരിക്കും? പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് ദേഷ്യം വരും. അത് മാറിക്കൊണ്ടേയിരിക്കും അവരുടെ ക്യാരക്ടർ, മെന്റൽ. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടില്ലേ ഡെവലപ്മെന്റില് കുട്ടികൾ എങ്ങനെയാണ്, പെട്ടെന്ന് കരയും, പെട്ടെന്ന് എന്ത് ചെയ്യും, ചിരിക്കും. അവരുടെ മൂഡ് അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ ഇമോഷൻസ് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അതേപോലെയുള്ള മക്കളെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിപ്പിക്കുക, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുക. അവർ എന്ത് തെറ്റ് ചെയ്താലും നമ്മൾ അവരെ ഒരു പരിധി വരെ ശാസിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കാം. അവരെ നല്ല രീതിയിൽ പരിഗണിക്കാം. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് ആരാ വായിക്കുന്നേ? വായിക്കാം ടീച്ചറെ. ഓക്കെ. Mental retarded children. The education of mentally retarded children is a special problem whose solution needs a certain amount of knowledge. Many of them are not capable of learning. Their memory and power of detainment is poor. Their ability to understand or comprehend is also unusually poor. Their creative growth remains arrested. The Montessori environment and materials are of great help for these students. The teachers should deal with these students with good patience. ഓക്കെ, എല്ലാവരും നോക്കാം കേട്ടോ. മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസിന് ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തിനുള്ള കപ്പാസിറ്റി, ലേൺ ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അവർക്ക് ഓർമ്മശക്തി ഉണ്ടാവില്ല. അവർക്ക് ഡിറ്റർമിൻസ്, ഒരു കാര്യങ്ങൾ എങ്ങനെയാണ് അത് ഡിറ്റർമിൻ ചെയ്യാനുള്ള പവർ കുറവായിരിക്കും. അവർക്ക് ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പവർ കുറവായിരിക്കും. എല്ലാം കുറവായിരിക്കും. അതേപോലെ തന്നെ ക്രിയേറ്റീവ് ഗ്രോത്ത്, അവരുടെ മൈൻഡിന്റെ ക്രിയേഷൻസ് ഒക്കെ ഉണ്ട്, അതെല്ലാം അവർ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ആണ് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഇവിടുത്തെ മെറ്റീരിയൽസും ആർ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദീസ് ചിൽഡ്രൻസ്. ദീസ് സ്റ്റുഡൻസ്, ഈ കുട്ടികൾക്ക് വളരെ സഹായപ്രദമാണ്. അപ്പൊ നമ്മള് കുട്ടികളെ നല്ല പേഷ്യൻസോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. ഒരിക്കലും ഡിസ്ക്രിമിനേഷൻ കാണിക്കരുത്. ഗുഡ് പേഷ്യന്റ് ആയിരിക്കണം. സ്പെഷ്യൽ സ്കൂളിലൊക്കെ പോസ്റ്റിംഗ് കിട്ടുന്ന ടീച്ചർമാർ, ഇപ്പൊ നിങ്ങൾ പാസ്സായി വരുമ്പോൾ പോസ്റ്റിംഗ് ഒക്കെ കിട്ടുമ്പോ സ്പെഷ്യൽ സ്കൂൾ ആണെന്ന് പറയുമ്പോ ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കരുത്. അവർക്ക് ഭയങ്കര സ്നേഹമായിരിക്കും മിസ്സേ. അവർക്ക് ഭയങ്കര, ഞാൻ 2 സെമസ്റ്റർ ഞാൻ പഠിച്ചിരുന്നു സ്പെഷ്യൽ സ്കൂൾ MR ചിൽഡ്രനെ. അത് പഠിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് തൊട്ടേ പഠിക്കും. അത് ക്ലാസ്സിലെ ടീച്ചറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് വേണം പഠിക്കാൻ. അവർക്ക് നോർമൽ കുട്ടികളെക്കാളും, അതായത് നമ്മൾ 3 വയസ്സുള്ള മക്കൾ അത്ര വിവരം അവർക്ക് ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മുടെ നോർമൽ കുട്ടികളെ 3 വയസ്സായിട്ടുള്ള കുട്ടികളോട് നമ്മൾ അവരോട് പറഞ്ഞിട്ടാണെങ്കിൽ അവർ മനസ്സിലാക്കും. പക്ഷെ അത്ര പോലെ അവർ മനസ്സിലാക്കൂല. പക്ഷെ ഭയങ്കര സ്നേഹമാണ് അവർക്ക് ഉണ്ടാവുക. അവർക്ക് നമ്മളോടൊരു സ്പെഷ്യൽ സ്നേഹം ഉണ്ടാവും. കാരണം അവരിപ്പോ പുറത്തുനിന്ന് വിട്ട് വേറെ ആരോടും കോണ്ടാക്ട് ഒന്നുമില്ല. അപ്പൊ നമ്മളെയാണ് കൂടുതലായിട്ട് കാണുമ്പോ നമ്മൾ ചിലപ്പോ വന്ന് നമ്മുടെ ഇങ്ങനെ ഷോൾഡറിലൊക്കെ വന്ന് തല ചാച്ചിരിക്കും. അതൊക്കെ അവര് നമ്മളെ ആ ഒരു ഏജിൽ ശരിക്കും അങ്ങനെ ചെയ്തു എന്ന് ചിന്തിക്കരുത്. പക്ഷെ അവൻ കാണുന്നത് അവന്റെ അമ്മേനെയാണ്. അവൻ ഏറ്റവും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് അവൻ വിചാരിക്കുന്നത്. എന്നാൽ സേഫ് ആണെന്നുള്ള തോന്നുമ്പോഴേ അവന് നമ്മളോട് അടുക്കുള്ളൂ. അവൻ നമ്മളെ ചീത്ത പറയുന്നില്ല, സ്നേഹം കാണിക്കുക ചെയ്യുമ്പോൾ നമ്മളോട് അവൻ അടുക്കും. നാം പറയുന്നതൊക്കെ അനുസരണയോടെ കേൾക്കും. ആ ഒരു രീതിയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, കുട്ടികളെ ട്രീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ കാരണം നമ്മള് വലിയ കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ടൈമില് ഒരു പക്ഷെ അവര് സ്നേഹം കൊണ്ട് വന്ന് നമ്മളെ കെട്ടിപ്പിടിച്ചെന്ന് വരും. അപ്പൊ അതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അത് വലിയ മക്കളാകുമ്പോ നമുക്കത് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂലല്ലോ. അവര് പല രീതിയിലും ബിഹേവ് ചെയ്യും. എന്തും പ്രതീക്ഷിച്ചിട്ട് വേണം നിൽക്കാന്.
മാം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു ട്രസ്റ്റിൽ പോയിട്ടുണ്ടായിരുന്നു സ്നേഹതീരം. അവിടെ ഇതുപോലെ ഓരോ കുട്ടികളും ഓരോ ടൈപ്പാണ്. ഞങ്ങൾ കുറെ സമയം അവിടെ സ്പെൻഡ് ചെയ്തിന്. അപ്പോഴാണ് മനസ്സിലായത് ഒരു കുട്ടി ഇങ്ങനെ മാന്താനുള്ള ഒരു ടെൻഡൻസി. ഞങ്ങളെയൊക്കെ ഒരു ഇങ്ങനെ ഷാലൊക്കെ പിടിച്ചു വലിക്കുന്നു. അങ്ങനെ ഓരോ സ്വഭാവമുള്ള കുട്ടികളുണ്ട് അവിടെ. പിന്നെ ഓരോരോ കുട്ടികൾ നല്ല ഹഗ് ചെയ്ത് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നു കാണുമ്പോഴൊക്കെ. അങ്ങനെ ഓരോ ടൈപ്പ് കുട്ടികളെ ഞങ്ങൾ അവിടെ കഴിഞ്ഞ മാസമാണ് ഞങ്ങൾ അവിടെ ഫുഡ് കൊടുക്കാൻ പോയത്. അങ്ങനെ ഞങ്ങള് ഇനി നെക്സ്റ്റ് പോയിന്റ്, ഈ പറഞ്ഞിട്ടുള്ള കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ കുട്ടികൾക്ക് നമുക്ക് എല്ലാ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കുന്നത്. നല്ല ഗുഡ് പേഷ്യൻസ് ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഇതേപോലത്തെ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. ലാസ്റ്റ് നമ്മൾ ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ഒക്കെ ആവുമ്പോഴേക്കും നമുക്ക് ആ ഒരു എബിലിറ്റി, ആ ഒരു മലത്തിലേക്ക് നമ്മൾ എത്തും. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ഈ കുട്ടികൾക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് കാര്യം എന്താണ്? ആരാ വായിക്കുന്നേ? Equality of opportunity. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി. നമ്മൾ ഓരോ പോലെ ഓപ്പർച്യൂണിറ്റീസ് ഇവർക്കും കൊടുക്കണം. ഇവർക്കും പഠിക്കാൻ റൈറ്റ്സ് ഉണ്ട്. ഇവർക്കും നമ്മൾ പോലത്തെ സാധാരണ കുട്ടികൾക്കുള്ള എല്ലാ റൈറ്റ്സും ആർക്കുണ്ട്? ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്കും ഉണ്ട്. വായിച്ചേട്ടാ. A group of mentally retarded children may differ in their A group of mentally retarded children may differ in their sequential age. Some of them are older than others, but they are to be grouped together so as to avail equal opportunities for education and treatment. Though they are grown up physically, their mental age is very low. Okay. അപ്പൊ നമ്മൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ഇവര് മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസ് ഡിഫറെന്റ് ഗ്രൂപ്പ്സിൽ പെട്ടതായിരിക്കും. അവരുടെ ഏജ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ ചില കുട്ടികൾ അതിൽ ഭയങ്കര ഓൾഡർ ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അഡൾട്ട്സ് ഉണ്ടാവും, മുതിർന്നവരുണ്ടാവും. ബട്ട് ദേ ആർ ഗ്രൂപ്പ്ഡ് ടുഗദർ സോ ആസ് ടു അവൈൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. അപ്പൊ ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ഈക്വൽ ഓപ്പർച്യൂണിറ്റി എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായാലും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ത്രൂ ദേ ആർ ഗ്രോ അപ്പ് ഫിസിക്കലി. അവർ ചിലപ്പോൾ ശരീരം കൊണ്ട്, ഞാൻ പറഞ്ഞ പോലെ ശരീരം കൊണ്ട് അവർ വളർന്നിട്ടുണ്ടാവും, പക്ഷെ അവരുടെ മെന്റൽ ഏജ് എപ്പോഴും എങ്ങനെയായിരിക്കും? വെരി ലോ ആയിരിക്കും. അവർ ഇപ്പോഴും ചെറിയ മക്കളായിരിക്കും. നമ്മൾ ആ ഒരു സ്നേഹത്തോട് കൂടെ വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാനായിട്ട് പരിഗണിക്കാൻ. നെക്സ്റ്റ് ഒരാൾ വായിക്കും. ആരാ സർ? Appropriate activities. The mentally retarded children should be given suitable and proper physical and mental activities so that they may frequently get opportunities to be active and vigilant. ഓക്കെ, മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് കൊടുക്കാം. അപ്പൊ നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് ഒരുപാടുണ്ടെന്നറിയാം. അതിൽ ഏതാണോ അവർക്ക് താല്പര്യമുള്ളത് അത് നോക്കിയിട്ട് അവർക്ക് കൂടുതൽ അങ്ങനത്തെ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നമ്മൾ അവരെ പഠിപ്പിക്കാൻ നോക്കാം, ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നോക്കാം. അപ്പൊ അവർ കുറച്ചും കൂടി ആക്റ്റീവും വിജിലന്റും ആയിരിക്കും. ഓക്കെ, അടുത്ത നെക്സ്റ്റ് ഞാൻ വായിക്കാം. സ്പെഷ്യൽ ക്ലിനിക്. ഓക്കെ, ശരണ്യ വായിക്കട്ടെ. നെക്സ്റ്റ് As these children need not only cognitive support but also medical treatment, periodic special clinic may be organized. നമ്മളിപ്പോ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് വിജ്ഞാനപരമായ സപ്പോർട്ട്, എഡ്യൂക്കേഷൻ രീതിയിലുള്ള സപ്പോർട്ട് മാത്രമല്ല, അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കുട്ടിക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അവരെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഇതൊന്നും ആഴ്ചയിലോ മാസത്തിലോ തോന്നുന്നുണ്ട് ആര് വരാറുണ്ട്? ഡോക്ടേഴ്സ് വരാറുണ്ട്. അപ്പോ മെഡിക്കൽ ടീം വരാറുണ്ട്. അപ്പൊ അവര് ഒബ്സർവ് ചെയ്തതിൽ ഇവര് ഒരുപാട് മാറ്റങ്ങൾ കണ്ടതായിട്ട് മെഡിസിൻസ് ഒക്കെ മാറ്റി കൊടുത്തു. ആദ്യം ഓവർഡോസ് ഒക്കെ ആയിരുന്നു കഴിച്ചിരുന്നത്, പിന്നെ അതിന്റെ ഡോസ് ഒക്കെ കുറച്ചിട്ട് അവന്റെ ക്യാരക്ടറിൽ വേറെ വ്യത്യാസങ്ങളൊന്നും നോക്കിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടികൾക്ക് കോഗ്നിറ്റീവ് സപ്പോർട്ടിനോടൊപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കണം. അടുത്ത പോയിന്റ് അമൃതം. അടുത്ത
feeling of being avoided as they are educated in a normal school environment. Children have a tendency to fool them or laugh at them. Teachers should see to this and avoid any such attempt because it would psychologically affect them adversely. ഓക്കെ, നമ്മള് സാധാരണ ഇപ്പൊ നമ്മൾ സ്പെഷ്യൽ സ്കൂളിന്റെ കേസ് പറഞ്ഞു, അതല്ല നോർമൽ സ്കൂൾ എൻവയോൺമെന്റിലാണ് ഇതേപോലത്തെ കുട്ടികൾ പഠിക്കുന്നെങ്കിൽ അവരെ എപ്പോഴും കളിയാക്കാനും ഫോൾ ചെയ്യാനും ചിരിക്കാനൊക്കെ അവർക്ക് ഭയങ്കര തമാശയൊക്കെ കാണിക്കും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കൺമുമ്പിൽ കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വാൺ ചെയ്തോ. കാരണം അത് ആ ഒരു കാര്യം, ആ ഒരു പ്രവൃത്തി ചിലപ്പോൾ തമാശക്കായിരിക്കും ബാക്കി പിള്ളേർ ചെയ്യുന്നത്. പക്ഷെ മറ്റേ കുട്ടിക്ക് മെന്റലി സൈക്കോളജിക്കലി അത് അഫക്ട് ചെയ്യാനും പിന്നെ അവന് പഠിക്കാൻ വരാൻ താല്പര്യം ഇല്ലാണ്ടാവും, അവന് പേടിയായി തുടങ്ങും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് അവരൊരിക്കലും നോട്ട് ഫീലിംഗ് ഓഫ് ബീയിങ് അവോയ്ഡ്, അവനെ ഒഴിവാക്കുക എന്നുള്ള ചിന്ത അവരുടെ മനസ്സിലേക്ക് വരരുത്. നല്ല രീതിയിൽ തന്നെ നമ്മൾ അവരെല്ലാവരെയും രീതിയിൽ എന്ത് ചെയ്യാം, അവരോടൊക്കെ പെരുമാറാം. അടുത്തത് കൺക്ലൂഷൻ ആണ്. ആരാ വായിക്കുന്നേ? Welfare services. ഓക്കെ. Welfare services for normal children. Also, special care is to be given to the underperforming and disabled children, and compensatory educational programs are to be imagined for them. Normal children to record special care for their development. In Montessori education, this is fulfilled through individual attention. ഓക്കെ, അങ്ങനെ സ്പെഷ്യൽ കെയർ ആണ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആണ് നമ്മൾ ഇമാജിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നോർമൽ കുട്ടികൾക്ക് കിട്ടുന്ന അതേ കെയർ തന്നെ, ആ ഒരു സ്പെഷ്യൽ കെയർ തന്നെ ഈ സാധാരണ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. ഈ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ഫുൾഫിൽ ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ മോണ്ടിസോറി എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഓരോ കുട്ടീനെയുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. അല്ലാതെ ഒരു ടീമായിട്ടൊരു ക്ലാസ്, ലെക്ചർ ക്ലാസ് അല്ല, നമ്മൾ ഓരോ കുട്ടികളെയുമാണ് സെപ്പറേറ്റ് ചെയ്താണ് പഠിപ്പിക്കുന്നത്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി അതിന്റെ ആക്ടിവിറ്റി ആണ് നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്റർ 8 വെൽഫെയർ, ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വെനസ്ഡേ ആണ് ക്ലാസ്. അപ്പൊ ഞാൻ എടുക്കുന്ന ചാപ്റ്റർ ഏതാണ്, ഹെൽത്ത് കെയർ ആയിരിക്കും. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാക്സിൻ കുട്ടികൾക്ക് പ്രഗ്നൻസിയുടെ മുമ്പ് മുതൽ പ്രഗ്നൻസിക്ക് ശേഷം വരെ എടുക്കുന്ന, അല്ലെങ്കിൽ സോറി കുട്ടികൾക്ക് കൊടുക്കുന്ന വാക്സിൻസിന്റെ ലിസ്റ്റ് തയ്യാറാക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടേ ഇല്ല. ഇല്ല മിസ്, പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. ഓക്കെ ഓക്കെ, എന്നാല് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ വാക്സിൻസിന്റെ ലിസ്റ്റ്, നിങ്ങൾക്ക് അറിയാലോ ബർത്തിന് മുമ്പ് ഏത് വാക്സിനാണ് കൊടുക്കുന്നത്, നമ്മുടെ TT ആണ് കൊടുക്കുന്നത്, ടെറ്റനസ്. അത് സാധാരണ 3 മാസം ഉള്ളപ്പോൾ ഫസ്റ്റ് ഡോസും 5 മാസത്തിനുള്ളിൽ സെക്കൻഡ് ഡോസ് എടുക്കും. ഇനി പ്രഗ്നൻസി തമ്മിൽ അധികം ഗ്യാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ TTയുടെ ബൂസ്റ്റർ ഡോസ് ആണ്. രണ്ടാമത്തെ പ്രഗ്നൻസിയും ഫസ്റ്റ് പ്രഗ്നൻസിയും തമ്മിൽ എന്തോ 24 മന്ത്സിന് ഗ്യാപ്പ്, അല്ലെങ്കിൽ 3 ഇയേഴ്സ് ഗ്യാപ്പ് കുറവാണെങ്കിൽ നമ്മൾ എടുക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ബർത്ത് സമയത്ത് BCG വാക്സിൻ എടുക്കുന്നുണ്ട്. അത് എപ്പോഴാണ് എടുക്കുന്നത്? ഇപ്പൊ നമുക്ക് ഈ ടെസ്റ്റ് നമ്മുടെ പോർഷനിൽ തന്നിരിക്കുന്നതിൽ കുറെ മാറ്റം ഇന്ന് വന്നിട്ടുണ്ട്. വാക്സിൻസിൽ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ ഇടയ്ക്ക് വാക്സിൻസ് വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോ അത് നമുക്ക് മനസ്സിലാക്കാൻ എല്ലാവരും അത് എഴുതി തയ്യാറാക്കി വരണം. കാരണം നമ്മൾ ബുക്ക് റെഫർ ചെയ്യുന്നത്. ഒരു ഡൗട്ട് കൂടി, പ്രഗ്നൻസി ടൈമിൽ എടുക്കുന്നതാണോ അതോ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്നതാണോ? നമ്മൾ പ്രഗ്നൻസി 2 കുട്ടികൾ എത്ര വയസ്സ് വരെ, 16 ഇയേഴ്സ് വരെ എടുക്കുന്ന വാക്സിൻസിന്റെ ലിസ്റ്റ്. അത് നമ്മൾ ഈ പ്രഗ്നൻസി സമയത്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ലല്ലോ ഈ വാക്സിൻ കൊടുക്കുന്നത്, കുട്ടികൾക്ക് തന്നെയാണ്. ഓക്കെ, കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് വാക്സിൻ തന്നെ കൊടുക്കുന്നത്. പ്രഗ്നൻസി സമയത്ത് കുട്ടികൾക്കായിട്ട് ഒരു കാർഡ് തരില്ലേ നമ്മളെ കയ്യില്? അതിനുണ്ട്. ഓക്കെ, കാർഡ് അല്ലെങ്കിൽ ബുക്കാണ്. എത്ര വയസ്സ് വരെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഹെൽത്ത് കാർഡിലല്ലേ? ഹെൽത്ത് കാർഡ്, ആ ബുക്ക് നോക്കി എഴുതിയാൽ മതി. പുതിയ ബുക്ക് വേണം.
ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. പഴയ ലിസ്റ്റ് നോക്കി എഴുതണ്ട. ഞങ്ങൾക്കുണ്ടായ ബുക്കല്ല ഇപ്പോഴുള്ളത്. ഇപ്പൊ ബുക്ക് മാറി. ബുക്ക് മാറി. നഴ്സിനെ വിളിച്ച് ചോദിച്ചാൽ മതിയോ ഹോസ്പിറ്റലില്? അല്ലെങ്കിൽ JDSO അങ്ങനെ അടുത്ത ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ? നഴ്സിനെ വിളിച്ച് ചോദിച്ചാൽ മതിയാ? ഏതായാലും മതി. ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ ബുക്കുകൾ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മമാരുടെ അടുത്തോ അല്ലെങ്കിൽ എത്ര വയസ്സ് വരെയുള്ള ചൈൽഡിന്റെയാണ്? എത്ര വയസ്സുള്ള മാം എത്ര വർഷമായി മാറിയിട്ടേ? എത്ര വയസ്സ് വരെ? എത്ര ഇയർ ആയിട്ടുണ്ട്? എത്ര വർഷമായിട്ടുണ്ടാവും ഇതിൽ മാറ്റം വന്നിട്ട്? എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം, 1.5 years. അങ്ങനെയാണെങ്കിൽ ഇപ്പത്തെ റീസെന്റ് ആയിട്ടുള്ള ബുക്കിന്റെ ഫോട്ടോ അയച്ചു തന്നാ പോരെ? എന്റെ കയ്യിൽ അതുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് ഫ്രണ്ട്സ് ഒന്ന് ഷെയർ ചെയ്യാം. അത് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഗ്രൂപ്പിലിട്ടാൽ മതി. കാരണം എന്റെ വാക്സിന്റെ മാറ്റം വന്ന കാര്യം ഞാൻ പറയാൻ കാരണം, എന്റെ മോക്ക് 5 വയസ്സായിട്ടുള്ളൂ, മോന് 2 വയസ്സാണ്. അപ്പോ അവന് കാർഡ് കിട്ടിയപ്പോ ഞാൻ പറയേ, കാർഡ് കിട്ടിയപ്പോ പുതിയ കാർഡാണ്, വേറെ കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ചില അവരുടെ വാക്സിൻസിൽ വേറെ ഈ ന്യൂമോണിയയുടെ ഒക്കെ വാക്സിൻ വന്നിട്ടുണ്ട്. ന്യൂമോണിയക്ക് വേണ്ടിയിട്ടുള്ള വാക്സിൻ ഒന്നും മോൾക്ക് എടുത്തിട്ടില്ല ഇതുവരെ, പക്ഷെ അവൻ എടുത്തിട്ടുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി അതൊക്കെ ഇപ്പോഴുള്ള വാക്സിൻ അല്ലേ? ഹെപ്പറ്റൈറ്റിസിന്റെ ഹെപ്പറ്റൈറ്റിസ് BCG ഒക്കെ ഉണ്ട്, ഇപ്പോഴും DPP ഉണ്ട്. കൂടാണ്ട് എക്സ്ട്രാ വാക്സിൻസ് വന്നിട്ടുണ്ട്. MR ഉണ്ട്, MMR ഉണ്ട്, പിന്നെ കുറച്ച് എക്സ്ട്രാ വാക്സിൻസ് വന്നിട്ടുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങളൊന്ന് നോക്കാട്ടോ. പുതിയ അസുഖങ്ങൾ എല്ലാ ദിവസവും വരെയല്ലേ, അതുകൊണ്ടായിരിക്കും ആ വാക്സിന്റെ എണ്ണം. ന്യൂമോണിയ ബാധിച്ചവരുടെ കുട്ടികളൊക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കുഞ്ഞു കുട്ടികള് അവർക്ക് അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവണം എന്നൊക്കെ പറഞ്ഞപ്പോ ന്യൂമോണിയയുടെ വാക്സിൻ ഇപ്പൊ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ട് വന്നിട്ടുണ്ട്. നോട്ടിലാണോ ഇതിന്റെ വേറെ പേപ്പറിൽ എഴുതണോ? ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയാ പോരെ? ആക്ടിവിറ്റി ബുക്കിൽ എഴുതിയാൽ മതി. മാം ഇപ്പോഴേ കുട്ടികൾക്കൊക്കെ ന്യൂമോണിയ വരുന്നത് കൂടുതലാണ്. അധിക കുട്ടികൾക്ക് ഇപ്പൊ ന്യൂമോണിയ എന്ന് പറയുന്നത് നിസ്സാരം ഒരു അസുഖം പോലെയാണ് ഇപ്പൊ ന്യൂമോണിയ. അത് നമ്മള് ന്യൂമോണിയ എന്ന് പറഞ്ഞാല് ഇപ്പൊ ലങ്സിനൊക്കെ ബാധിക്കുന്ന ന്യൂമോണിയ ആണെങ്കിൽ കുഴപ്പമില്ല, കഫക്കെട്ടാണ്, അങ്ങനെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാവില്ല, കറക്റ്റ് ടൈമിൽ ട്രീറ്റ്മെന്റ് എടുത്താൽ. പക്ഷെ അത് കൂടിക്കഴിഞ്ഞാൽ ബ്രെയിനെ അടക്കം ബാധിക്കും. അപ്പോഴാണ് കുട്ടികൾക്കൊക്കെ അവരുടെ ലൈഫിന് റിസ്ക് ആയി വരുന്നത്. ഓക്കെ, ഇത് ആക്ടിവിറ്റി നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യാനുള്ളതാണ്. നിങ്ങക്ക് ജിഷ ടീച്ചർ ബട്ടണിങ് ഫ്രെയിമിനെ കുറിച്ച് പറഞ്ഞോ? എന്താ ടീച്ചർ ബട്ടണിങ് ഫ്രെയിം മനസ്സിലാവുന്നില്ല. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോണ്ടിസോറിൽ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ്. അത് നിങ്ങൾ എല്ലാവരും സ്വയം ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. ഈ നമ്മളെ കുഞ്ഞു കുട്ടികൾക്ക് ബട്ടൺസ് ഒക്കെ ഇടാനായിട്ട്, പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഒക്കെ ഇടാനായിട്ട് അറിയാൻ പറ്റുമോ? മിസ് അത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആക്ടിവിറ്റി തന്നിട്ടുണ്ട് സർ. ഇല്ല, അതൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോത്തും ബട്ടൺസും ഒക്കെ സ്ട്രിപ്പ് ഒക്കെ കളക്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും. നമുക്ക് സ്കൂളിൽ പോകുമ്പോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാന്, അത് കാണിച്ചു കൊടുത്തിട്ട് അവരോട് സ്വയം ബട്ടൺസ് ഇട്ട് കൊടുക്കാൻ പഠിപ്പിക്കാനൊക്കെ. അതേപോലെ ബട്ടൺ ഇതുണ്ട്, ഇതിന്റെ ഫ്രെയിമാണ്. ബെൽറ്റ് ഫ്രെയിം ഉണ്ട്, ഹുക്ക് ബട്ടൺ ഫ്രെയിം ഉണ്ട്, ലേസ് ഫ്രെയിം ഉണ്ട്, നോർമൽ ബട്ടൺ ഫ്രെയിം ഉണ്ട്, പ്രസ് ബട്ടൺ ഫ്രെയിം ഉണ്ട്. അതിൽ തന്നെ വരുന്ന കുറച്ച് ഫ്രെയിമുകളാണ്. ജസ്റ്റ് ഞാനൊരു ഫോട്ടോ കാണിക്കാം. അത് മിസ് എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതല്ലോ, ഇതൊരു ഫ്രെയിമാണ്. ബട്ടൺസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടുള്ള ഫ്രെയിമാണ്. ഞാൻ അത് കാണിച്ചത്. ോ ഒരു ബട്ടണിങ് ഫ്രെയിം ആണ് കേട്ടോ. ഇതേപോലത്തെ ബട്ടണിങ് ഫ്രെയിം ഉണ്ടാക്കാൻ അത് ജസ്റ്റ് ടീച്ചർ തരും. നമ്മൾ എന്താ ചെയ്യാ? ഫ്രെയിമിന് വേണ്ടി അത് ബേസ് ബോർഡിന്റെ അത്യാവശ്യം കട്ടിയുള്ള ബേസ് ബോർഡിന്റെ കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലെങ്കിൽ ഇത് മരമാണ് ഇതില് ഇവര് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് കണ്ടത് ലേസ് ആണ്. ലേസ് ഇല്ല, സോറി, ഈ നമ്മളെങ്ങനെയാണ് ഷൂ ലേസ് കിട്ടുന്നത് എന്നുള്ളതൊക്കെ നോക്കുന്നതാണ് ഇങ്ങനത്തെ ഫ്രെയിമുകള്. നിങ്ങൾ കാണുന്നുണ്ടോ? വേണമെന്ന് നിർബന്ധമുണ്ടോ? ചെയ്താൽ മതി. ഞാൻ എന്റെ ഒരു സജഷൻ ഞാൻ പറയാം കേട്ടോ.
കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു ആക്ടിവിറ്റി, ബട്ടണിങ് ഫ്രെയിമിന്റെ ആക്ടിവിറ്റി ഒരു കുട്ടിക്ക് ഒരു ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് അത് ആ കുട്ടി ചെയ്ത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രെയിമിലാണ് ചെയ്തത്. ഫോട്ടോ ഫ്രെയിം ഉണ്ടല്ലോ, അപ്പൊ ആളുടെ കയ്യില് ഒരു ഫോട്ടോ ഫ്രെയിം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫ്രെയിം എടുത്തിട്ട് അതില് ഈ ഒരു ഷർട്ടിന്റെ കട്ട് ചെയ്തിട്ട് ഒരു സൈഡ് ഫുൾ കഴുത്ത് കോളർ അടക്കം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഫ്രണ്ട് സൈഡ് മാത്രം വെച്ചിട്ട് അത് ഫ്രെയിം ആക്കിയിരിക്കുകയാണ്. എനിക്ക് ഇഷ്ടമായി കേട്ടോ, അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ആക്ടിവിറ്റി ജിഷ് ടീച്ചർ തരും നിങ്ങൾക്ക് ബട്ടണിങ് ഫ്രെയിം. ജസ്റ്റ് ഞാൻ ഇമേജ് കാണിച്ചെന്നുള്ളൂ. മോണ്ടിസോറിൽ യൂസ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ പ്രോപ്പർ ആയിട്ട് ബട്ടൺസ് ഒക്കെ ഇടാനായിട്ട് പറ്റും. ചെറുപ്പത്തിലേ നമ്മളത് അവരെ ശീലിപ്പിക്കുകയാണ്. നമ്മളോട് ജിഷ മിസ് ഒരു ചെറിയ കോട്ടന്റെ തുണിയില് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തു വെക്കണ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഷിബ്, പിന്നെ ആ സൗണ്ടിലെ ഒരു ഒട്ടിക്കണ സൗണ്ട് വരുന്ന അങ്ങനത്തെ ടൈപ്പ്. മാം ഇത് മാം പറഞ്ഞ കണക്ക് ഷർട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഫ്രെയിം ആക്കുന്നതായിരിക്കും കൂടുതൽ എളുപ്പം. നല്ലത്. അപ്പൊ തയ്ക്കാൻ അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനെ തയ്ച്ചെടുക്കുക. തയ്ക്കാൻ അറിയാത്ത ആൾക്കാര് എന്നെ പോലത്തെ എനിക്ക് തയ്ക്കാൻ അറിയാട്ടോ, മതി. തയ്ക്കാൻ കുഴപ്പമില്ല, അമ്മ ഉണ്ട്. ഞാൻ തയ്ക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു കാർഡ്ബോർഡിന്റെ മേലെ ചുറ്റിലും ഒന്ന് അടിച്ചാല് നമുക്ക് നമ്മളെ പഴയ ഡ്രസ് തന്നെ യൂസ് ചെയ്യാലോ. അങ്ങനെ ചെയ്യാൻ പറ്റില്ലേ? മതി, അത് മതി. ടീച്ചർ മിസ് ഒരു കാര്യം കൂടെ, നമ്മളെ ഈ ഫ്രണ്ടും ബാക്കും വരണോ? ഫ്രണ്ട് മാത്രം പോലെ കംഫർട്ടബിൾ ആയിട്ട് ഞങ്ങളിത് ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ ഇതൊക്കെ കൊണ്ടുപോകണോ? ഇതൊക്കെ നമുക്ക് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ അവർ പറയും അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിപ്പിച്ചാൽ മതി. ചില ഇൻസ്റ്റിറ്റ്യൂട്ട് പറയും നിങ്ങൾ എന്താണോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ചത് അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പെർഫോം ചെയ്താൽ മതി എന്ന് പറയും. സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ തന്നെ ഫോളോ ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ ആ ഒരു രീതിയിൽ നമ്മൾ ക്ലാസ് എടുക്കുക. അല്ല നമ്മളുടെ രീതിയിൽ എടുത്തോളാൻ നമുക്കൊരു ഫ്രീഡം തരാണെങ്കിൽ നമുക്ക് നമ്മുടെ എന്താണ് മെറ്റീരിയൽസ് ഒക്കെ കൊണ്ടുപോയി അവരെ ടീച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങൾ ടീച്ചിങ് മാനുവൽസിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊടുത്താൽ മതി. ഇന്ന കാര്യമാണ് പഠിപ്പിക്കുന്നത്. 3 to 6 years കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കണം കേട്ടോ. ചില സ്കൂളുകളിൽ ചിലപ്പോൾ KG സെഷൻ ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഏജിലുള്ള കുട്ടികളെ ഉദ്ദേശിച്ച് പഠിപ്പിച്ചാൽ മതി. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഒക്കെ ആണെങ്കിൽ അവര് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ അറിയാൻ പറ്റും. ഇത് എത്ര മാസം ഇത് ചെയ്യേണ്ടത്? എന്താണ് ഇന്റേൺഷിപ്പ് എത്ര മാസം ചെയ്യണം? എന്റെ അഭിപ്രായത്തില് 6 months കഴിഞ്ഞിട്ട്, നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരില്ലേ, പ്രാക്ടിക്കൽ സെഷനിലേക്ക് വന്നിട്ട് ഇവിടെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ഓരോന്ന് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യാനായിരിക്കും നല്ലത്, ട്രെയിനിങ്ങിന് പോകുന്നതായിരിക്കും എന്റെ അഭിപ്രായത്തിൽ നല്ലത് കേട്ടോ. അതാണ് മിസ് നല്ലത്. കാരണം നമുക്ക് ഇപ്പോഴും ഒന്നും അറിഞ്ഞുകൂടാത്തതൊക്കെ നമുക്ക് ഒരു ഫീൽ ഉണ്ട്. കാരണം പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോഴാണ് ഈ ഓരോ ഐറ്റംസ്, ഇപ്പൊ ഞാൻ ഈ കാണിച്ച ബട്ടണിങ് ഫ്രെയിം നിങ്ങൾക്ക് ആർക്കും ഇതിക്ക് മുമ്പ് പരിചയം ഉണ്ടാവില്ല, ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇല്ലേ? ബട്ടൺസും കോട്ടൺസും ഐഡിയ കിട്ടിയില്ല നിങ്ങൾക്ക്. അപ്പൊ ജിഷ ടീച്ചർ പറഞ്ഞ ആക്ടിവിറ്റി ബട്ടണിങ് ഫ്രെയിം നിങ്ങൾ എല്ലാവരും അത് ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് വേണ്ടിയിട്ടാണ്, നമ്മുടെ ഒരു അസറ്റ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ ബട്ടണിങ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ലാസ്റ്റ് 5 minutes അല്ല, ബട്ടണിങ് ഫ്രെയിം ചെയ്ത് കഴിഞ്ഞവര് കാണിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ, സൈൻ ഔട്ട് ഒക്കെ ചെയ്യുള്ളൂ. നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും നിങ്ങൾ ഈ ബട്ടണിങ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, റെക്കോർഡ് കംപ്ലീറ്റ് ആക്കുന്നുണ്ടോ നിങ്ങൾ? ഫസ്റ്റ് റെക്കോർഡ് കംപ്ലീറ്റ് ഫസ്റ്റ് റെക്കോർഡ്. ഓക്കെ, തേർഡ് റെക്കോർഡ് കഴിയുമ്പോഴേക്കും അത്യാവശ്യം നിങ്ങൾ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മളെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് മോണ്ടിസോറി മെറ്റീരിയൽസ് ഉണ്ട്. ഈ ബട്ടണിങ് ഫ്രെയിം ഉണ്ട്, കളറിംഗ് ബോക്സ് ഉണ്ട്, പിന്നെ പിങ്ക് ടവർ, അതൊക്കെ നമ്മൾ പഠിക്കും. റെക്കോർഡിൽ വെച്ച് വരുമ്പോൾ കൂടുതലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പ്രാക്ടിക്കൽ സെഷനിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാത്ത ആ സമയം ആകുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഐറ്റംസ് നമ്മുടെ കൈവശം വേണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ബട്ടണിങ് ഫ്രെയിമിൽ കുറച്ച് വ്യത്യാസമുണ്ട്. പ്രസ് ബട്ടൺ ഫ്രെയിം വേണം, പ്രസ് ചെയ്യുന്ന ബട്ടൺസ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള അതിന്റെ ഒരു ഫ്രെയിം വേണം. പിന്നെ ഇതേപോലെ നോർമൽ ബട്ടൺ ഫ്രെയിം വേണം. ലേസ്, മറ്റേ ലേസ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എന്താണ് പറയാ, ഷൂ ലേസിന്റെ ഒക്കെ ഫ്രെയിം ഞാൻ കാണിച്ചത്. ഷൂ ലേസിന്റെ ഇമേജ് ഉണ്ടായിരുന്നു. അയ്യോടാ, ഞാൻ അത് എപ്പോഴാ കാണിച്ചെന്ന് പോലും ഞാൻ മറന്നുപോയടാ. കാണാൻ പറ്റിയില്ല. ഓക്കെ, അത് നമ്മൾ ഈ ഫ്രെയിമുകൾ നിങ്ങൾ നോക്കിയാൽ മതിയടാ. വേറൊന്നുമില്ല, ലേസ് കെട്ടുന്ന പോലെ ഒരു സംഭവമാണെന്നേ ഉള്ളൂ. നമ്മൾ ഈ ഷർട്ട് പോലെ തന്നെ വന്നിട്ട് ലേസ് കെട്ടുന്ന പോലെ ആണെന്നേ ഉള്ളൂ. കെട്ടിയാ മതി അല്ലേ?
ആ അതെ. ഓക്കെ, കാണുന്നില്ല മോനെ. ഇനി ഞാൻ കാണിച്ചു തന്നാണ്. അത് എങ്ങനെയോ ഇങ്ങനെ മാറി മാറി പോയി. ഓക്കെ, ലേസിന്റെ ഫ്രെയിം മിസ് വേണം. ഷൈൻ ഔട്ട് പറയട്ടെ. ഓക്കെ, 3 ഫ്രെയിമുകൾ വേണം കേട്ടോ. ഏതൊക്കെയാണ്? നോർമൽ ബട്ടൺ ഫ്രെയിമും, പ്രസ് ബട്ടൺ ഫ്രെയിമും, പിന്നെ ലേസിന്റെ ഫ്രെയിമും. ഓക്കെ, ഓക്കെ 3 ക്രിയേറ്റ് ചെയ്യുക. എല്ലാവരും ക്രിയേറ്റ് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഒന്നുകൂടി പറയും ഇതൊക്കെയാണ്. നോർമൽ ബട്ടൺ ഫ്രെയിം, പ്രസ് ബട്ടൺ ഫ്രെയിം. ഇപ്പൊ കാണുന്ന പ്രസ് ബട്ടൺ ഉണ്ടല്ലോ കുട്ടികളിലൊക്കെ, ഇപ്പൊ നമ്മളുടെ കുട്ടികളുടെ മക്കളുടെ ഒക്കെ ഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ പ്രസ് ബട്ടൺ ആണ്. പഴയ ബട്ടൺ അല്ല, ഷർട്ടിന്റെ ബട്ടൺ അല്ല, അല്ലാത്തൊരു പ്രസ് ബട്ടൺ, സ്റ്റീലിന്റെ ബട്ടൺ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. ഒരു വെള്ള കളറിലും ഇല്ലേ? അതിന് ചെറിയൊരു എന്താ പറയാ, ചെറിയൊരു മിഷൻ ഇല്ലേ വെക്കുന്നേ? അതുണ്ട്. ഓക്കെ, പിന്നെ സിബ് ഞാൻ മറന്നുപോയി. സിബ് എല്ലാം വേണോ മിസ്സേ? ഓരോന്നായിട്ട് ചെയ്താ പോരെ? ഓരോന്ന് ചെയ്യോ? ആദ്യം ബട്ടണിങ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, നമുക്ക് 4 വീക്സ് ആയിട്ട് 4 ഐറ്റംസ് ചെയ്യാം. അതാണ് നല്ലത്. ആദ്യം ബട്ടണിങ് ഫ്രെയിം ചെയ്യാം. ഓക്കെ, ഈ നോർമൽ ബട്ടണിങ് ഫ്രെയിം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടിയും തോന്നും, ഇതൊക്കെ ചെയ്യണമല്ലോ എന്നൊക്കെ തോന്നും. അതുകൊണ്ട് നോർമൽ ബട്ടണിങ് ഫ്രെയിം ആണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഓക്കേടാ. അപ്പൊ സൈൻ ഔട്ട് അമൃത പറയാൻ പോവാണ്. എല്ലാവരും ഇടാതിരിക്കുക. Hi, today Abana Miss teaches about children's welfare and the suffering that children faced in our societies, physical difficulties and difficulties of children that faced in our societies. Teacher clear all our doubts very well, clearly. Thank you, Miss. Thank you for leading such an interesting class. Have a nice day. Thank you, da. ഓക്കെ, അപ്പൊ എല്ലാവരും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് എനിക്ക് തെറ്റുണ്ടാന്ന് അറിഞ്ഞൂടാ. കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നല്ല മനോഹരമായിട്ടാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ബട്ടണിങ് ഫ്രെയിം ആണ് നിങ്ങളുടെ മൈൻഡിൽ വേണ്ടത്. ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ബട്ടണിങ് ഫ്രെയിം ക്രിയേറ്റ് ചെയ്യാന്നുള്ള ചിന്തയിലായിരിക്കാം നിങ്ങൾ പോകേണ്ടത്. ഓക്കെ, അപ്പൊ താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.